നമ്മുടെ ഇടയിലുള്ള മിക്ക പ്രമേഹ രോഗികളുടെ ഏറ്റവും വലിയൊരു സംശയം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാവോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഷുഗർ കൂടുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ പ്രിയ, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ രക്തത്തിൽ ഉയർന്ന പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഷുഗറിന്റെ അളവ് കൂടുതലായി നിൽക്കുന്ന ഒരവസ്ഥ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും ധാരാളമായിട്ട് മധുരം ഉള്ളതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് പൊതുവേ മധുരത്തിനോട് ഒരു ക്രേവിംഗ് ഉള്ളതുകൊണ്ടും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കുഞ്ഞിലേ തൊട്ട് കഴിച്ചു വന്നൊരു ശീലമൊക്കെ ഉള്ളതുകൊണ്ടും അവർക്ക് പൊതുവേ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ നല്ല ക്രേവിങ്സ് ആയിരിക്കും. കുറച്ചുകൂടെ മിക്ക ആൾക്കാരും ഇത് കഴിക്കാറുമുണ്ട്. പൊതുവേ നമ്മുടെ ക്ലിനിക്കിൽ ഒരു ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ ഒരു ടൈം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ, ചക്ക ഇതൊക്കെ പഴുക്കുന്ന സീസൺ ആകുമ്പോൾ പൊതുവേ ഡയബറ്റീസ് രോഗികളുടെ എണ്ണം കൂടാറുണ്ട്. പ്രീ ഡയബറ്റിക് ആയിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡയബറ്റീസ് തന്നെ ഒരു ബോർഡർ ലിമിറ്റിലൊക്കെ നടന്നുകൊണ്ട് പോയിക്കുന്നതായിരിക്കും. ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സീസണിൻ്റെ ഒരു മധ്യത്തിലൊക്കെ എത്തുന്ന സമയത്ത് പേഷ്യൻസിൻ്റെ എണ്ണം പൊതുവെയൊക്കെ കൂടാറുണ്ട്. ഇതിന് കാരണം നമ്മൾ അമിതമായിട്ട് ഇവയെല്ലാം കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമേഹ രോഗികൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൂട്ട്സ് ഒഴിവാക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വൈറ്റമിൻസും മിനറൽസും അല്ലെങ്കിൽ ഫൈറ്റോ ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങളാണ്. ഇപ്പോൾ പച്ചക്കറികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം ഇവയെല്ലാം പച്ചക്കറികളെല്ലാം തന്നെ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. പാചകം ചെയ്യുന്ന സമയത്ത് പല വൈറ്റമിൻസും നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി, അതൊന്ന് ചൂടാവുമ്പോൾ തന്നെ നഷ്ടപ്പെടുന്ന ഒരു വൈറ്റമിനാണ്. ഒരു ഹീറ്റ് ലൈബിൾ ആയിട്ടുള്ള വൈറ്റമിനാണ്. അപ്പോൾ ഈ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ പല പ്രോട്ടീൻസും ഫൈബറും ഒക്കെ കഴിച്ചതുകൊണ്ട് മാത്രം ആരോഗ്യം കിട്ടില്ല. ഈ പറയുന്ന മിനറൽസും വൈറ്റമിൻസും ഒക്കെ അത്യാവശ്യമാണ് നമ്മുടെ ഹോർമോൺ ഫങ്ഷൻ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസിനെ പുറത്തേക്ക് കളയാൻ വേണ്ടി, നമ്മുടെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് മറികടക്കാൻ വേണ്ടി ആൻറ്റി ഓക്സിഡൻസ്, പല രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ടും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഫ്രൂട്ട്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കഴിച്ചാലാണ് നമുക്കൊന്ന് ആരോഗ്യപ്രദമായിട്ട് തന്നെ ഒരു പ്രമേഹത്തിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറെ തന്നെ ചോദിക്കുക. അത് കഴിക്കേണ്ട അളവ് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട്, നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കൂടെ ഒരു ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അല്ലെങ്കിൽ പ്രോട്ടീനോ നല്ല ഫാറ്റൊക്കെ അടങ്ങിയ രീതിയിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അങ്ങ് ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തടയാൻ പറ്റും. അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്താ ഗ്ലൈസീമിക് ഇൻഡെക്സ്? നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയുടെ അളവ് എത്ര പെട്ടെന്നാണ് നമ്മുടെ രക്തത്തിൽ കൂടുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് പറയാറ്. അപ്പോൾ ഈ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കില്ല, ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പതിയെ മാത്രമേ പഞ്ചസാര നമ്മുടെ രക്തത്തിൽ കൂടുകയുള്ളൂ. അതുവഴി നമുക്കൊരു പരിധി വരെ നമ്മുടെ പ്രമേഹ രോഗ സാധ്യതകൾ കുറയ്ക്കാൻ പറ്റും. നാലാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മീലായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ നല്ല രീതിയിലൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിട്ട് തന്നെ ഫ്രൂട്ട്സ് കൂടെ കഴിക്കാതിരിക്കാൻ നോക്കുക. നമുക്ക് ഈ ഒരു ഇടനേരത്തെ ഭക്ഷണമാക്കി മാറ്റാൻ വേണ്ടി നോക്കുക. ഇനി അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്, ഒപ്പം ധാരാളം ഫൈബർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് പ്രമേഹ രോഗ സാധ്യത കുറയ്ക്കാൻ. കാരണം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ വയർ കുറച്ച് രീതിയിൽ നല്ല രീതിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു അളവ് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത രീതിയിൽ കൊണ്ടുപോകാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന 1-2 ഫ്രൂട്ട്സ് എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോകാൻ നോക്കുക. നമുക്ക് എത്രയാണ് നമ്മുടെ HbA1c എന്ന് നോക്കി അതിനനുസരിച്ച് വേണം ഇത് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ മിക്സഡ് ഒരു ഫ്രൂട്ട് ബൗളായിട്ടൊക്കെ നിങ്ങൾ കഴിച്ച് ശീലിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലൊന്നും പ്രമേഹമില്ലെങ്കിൽ നമ്മൾ മിക്സഡ് ഫ്രൂട്ട്സ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ പല നിറത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് നമുക്കൊരു പരിധിവരെ പല രീതിയിലുള്ള ഫ്ലേവനോയിൽസും പോളിഫിനോൾസും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമുക്ക് തരും. അതുവഴി ഒരു പരിധിവരെ നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസിനെയും ഒരു പരിധിവരെ തടയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി പൊതുവേ പ്രമേഹ രോഗികൾ ചോദിക്കുന്ന ഏത് ഫ്രൂട്ട്സ് ഒക്കെയാണ് എനിക്ക് കഴിക്കാൻ പറ്റുക എന്നുള്ളത്, നമ്മളൊരു ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നമുക്ക് ഞാവൽപ്പഴം. ഞാവൽപ്പഴം ഒരു ബെസ്റ്റാണ്, കാരണം അതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്, അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ബെറീസ് ആണ്. ബെറീസിൻ്റെ നമുക്ക് എല്ലാ തരത്തിലുള്ള സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി ഇവയിലൊക്കെ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അങ്ങ് ഷുഗർ കയറി സ്പൈക്ക് ചെയ്ത് വരില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു പരിധി വരെ പ്രമേഹത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റും.
ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവോക്കാഡോ പോലെയുള്ള ഫ്രൂട്ട്സുകൾ. അവോക്കാഡോയിൽ നല്ല രീതിയിൽ ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പരിധി വരെ നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കഴിക്കാം. ഇനി നാലാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പേരയ്ക്ക പോലെയുള്ള ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ്. പക്ഷെ അമിതമായിട്ട് പഴുത്തതല്ല, ഒരു മീഡിയം റേഞ്ചിലൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു നേരത്തെ ഇപ്പോൾ നമ്മുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് ഒരു പേരയ്ക്ക കഴിച്ച് കഴിഞ്ഞാൽ ഉച്ച വരെ പിന്നെ നമുക്ക് അധികം വിശക്കില്ല. ഒരു മീഡിയം സൈസൊക്കെ പേരയ്ക്ക എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഷുഗർ ലെവൽ അങ്ങനെ സ്പൈക്ക് ചെയ്ത് പോവില്ല, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്, ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുമുണ്ട്. അതൊരു ഹെൽത്തി ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മുടെ പേരയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസിലി അവൈലബിളും ആണ്. ഇനി അടുത്തൊരു ഫ്രൂട്ട് ആപ്പിളാണ്. ആപ്പിൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം സൈസുള്ള ആപ്പിൾ ഉണ്ടെങ്കിൽ ഏകദേശം 4 മുതൽ 5 ഗ്രാമെങ്കിലും ഫൈബർ ഉണ്ട്. എപ്പോഴും ഞാൻ ഈ ഫൈബറിനെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാനുള്ള കാരണം ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ ഇൻക്ലൂഡ് ചെയ്ത് ഷുഗറിൻ്റെ ലെവൽ പതിയെ മാത്രമേ രക്തത്തിൽ കൂടുള്ളൂ. അതുവഴി നമുക്ക് പ്രമേഹ രോഗ സാധ്യത കുറയ്ക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. ഇനി അടുത്തൊരു ഫ്രൂട്ട് അല്ലെങ്കിൽ പീച്ചാണ്. ഇപ്പോൾ പീച്ച് എടുക്കുകയാണെങ്കിലും ഏകദേശം ഒരു മീഡിയം സൈസുള്ള പീച്ച് ആണെങ്കിൽ അതിൽ ഏകദേശം ഉള്ളത് ഒരു 5 ഗ്രാമെങ്കിലും ഫൈബറാണ്. ഇത്രയും അധികം ഫൈബർ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ഇനി അടുത്തൊരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. അതിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓറഞ്ച് കഴിക്കാൻ പറ്റും. ഇനി ഒരു മീഡിയം ലെവലിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്തിരിയൊക്കെ കുറഞ്ഞ അളവിലൊക്കെ ഒരു 6 8 എണ്ണമൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, അത്ര ആഗ്രഹമുള്ള സ്ഥിതിക്ക്. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് പ്രധാനമായിട്ടും പ്രമേഹ രോഗികൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഡോക്ടറത് ചോദിച്ച ശേഷം മാത്രം കഴിക്കാൻ വേണ്ടി എടുക്കുക. ഇനി ഏതൊക്കെ ഫ്രൂട്ട്സാണ് കഴിച്ചുകൂടാ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അമിതമായിട്ട് പഴുത്തിട്ടുള്ള പഴവർഗ്ഗങ്ങളാണ് നമ്മൾ മാക്സിമം ഒഴിവാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചക്കപ്പഴം, മാമ്പഴമൊക്കെ ധാരാളമായിട്ട് ഫ്രക്ടോസിൻ്റെ അളവ് അതിൽ കൂടുതലായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ ഫ്രക്ടോസ് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഷുഗർ ലെവൽ സ്പൈക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഈ ഫ്രൂട്ട്സുകൾ കഴിവതും കുറയ്ക്കുക. പകരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സും ഹൈ ഫൈബറും ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാവുന്നതുമാണ്. ഇനി ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈന്തപ്പഴം കഴിക്കാവുന്നു. പൊതുവേ ഈന്തപ്പഴത്തിൽ ധാരാളം ഫൈബർ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പല ആൻറ്റി ഓക്സിഡൻസ് മിനറൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈന്തപ്പഴം നല്ലതാണ്. പക്ഷേ പ്രമേഹ രോഗികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ എണ്ണം 1 2 എണ്ണം മാത്രം കഴിക്കുക. അതുപോലെ തന്നെ ഈ ഷുഗർ സിറപ്പിൽ വല്ലാതെ കോട്ട് ചെയ്തിട്ടുള്ള ഈന്തപ്പഴമാണ് അത് കഴിവതും ഒഴിവാക്കുക. പകരം ഞാൻ ഈ പറഞ്ഞതുപോലെ അമിതമായിട്ട് മധുരമില്ലാത്തതായിട്ടുള്ള ഈന്തപ്പഴം തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. പിന്നീട് ഒരുപാട് വേറെ ഡൗട്ട് ഉണക്കമുന്തിരി കഴിക്കുന്നതിനെ പറ്റിയാണ്. മാമ്പഴം ചക്കപ്പഴം ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞതുപോലെ അമിതമായി പഴുത്തിട്ടുള്ള ഏത്തപ്പഴവും ചെറുപഴവും ഒക്കെയാണ് നമ്മൾ ഒഴിവാക്കുക. പകരം നമുക്ക് റോബസ്റ്റ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചിക്കൂസ്, കസ്റ്റാർഡ് ആപ്പിൾ ഇങ്ങനത്തെ അമിതമായിട്ട് പഴുത്തിട്ടുള്ള അമിത മധുരമുള്ള ഫ്രൂട്ട്സുകളും കഴിവതും കുറയ്ക്കുക. ബാക്കിയുള്ള പഴവർഗ്ഗങ്ങൾ ഒരു മീഡിയം ലെവൽ ഒരു ക്വാണ്ടിറ്റി നമ്മൾ തന്നെ ഫിക്സ് ചെയ്യുക. നമ്മൾ ഹെവി മീൽ കഴിച്ച ഉടനെ തന്നെ പിന്നീട് പോയി ഫ്രൂട്ട്സ് കഴിക്കാതെ അതൊരു മീലായിട്ട് ഒക്കെ പ്ലാൻ ചെയ്ത് കഴിക്കുക. മാക്സിമം നിങ്ങളൊരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോടെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഹെൽപ്പോടുകൂടി ഒരു ഡയറ്റായിട്ട് ഫോളോ ചെയ്ത് കഴിക്കുന്നത് നമുക്ക് ഹെൽത്തി ഓപ്ഷനായിട്ട് തന്നെ നമുക്ക് ഫ്രൂട്ട്സിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഉണക്കമുന്തിരി കഴിക്കാവോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഉണക്കമുന്തിരി അമിതമായിട്ട് മധുരമുള്ളതും ചിലപ്പം നല്ല രീതിയിൽ അഡിറ്റീവ്സ് ഒക്കെ ഉള്ള ഉണക്കമുന്തിരിയാണ്, അത് കുറയ്ക്കുക. ഇനിയിപ്പോൾ പ്രമേഹ രോഗികൾക്ക് പൊതുവേ കോൺസ്റ്റിപ്പേഷനൊക്കെ കാണിക്കാറുണ്ട്, കാരണം അവിടെ നെർവ്സിനെയൊക്കെ ബാധിക്കുന്നത് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പല ആൾക്കാരും ചിലപ്പോൾ രാവിലെ ഉണക്കമുന്തിരി കഴിച്ച് അവരുടെ ആ ഒരു മോശം പാസ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ എണ്ണം വളരെയധികം കുറയ്ക്കാൻ വേണ്ടി നോക്കുക. അപ്പം ഒരുപാട് മധുരമുള്ളത് ചൂസ് ചെയ്യാതിരിക്കുക. ഇനി പ്രമേഹ രോഗികൾക്ക് പൊതുവേ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹെൽത്തി ഓപ്ഷനാണ് നമ്മുടെ കറികളിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുടിക്കുന്ന ഡ്രിങ്ക്സിലൊക്കെ ആണെങ്കിലും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം കുർക്കുമിൻ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രമേഹത്തിന് ഉണ്ടാകുന്ന ഇംബാലൻസ്, നമ്മുടെ ബ്ലഡ് ഷുഗറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അതുപോലെ തന്നെ നെല്ലിക്ക ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നെല്ലിക്ക ഇൻക്ലൂഡ് ചെയ്യുന്നത്, ധാരാളം ഇലക്കറികൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഫൈബർ ഇൻടേക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പം ഇലക്കറികൾ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. അപ്പം ഇതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ ധാന്യങ്ങളുടെ കേസിൽ എടുത്ത് പറയുകയാണെങ്കിൽ ചിക്ക് പീസ് അല്ലെങ്കിൽ സോയാബീന് ഇവയൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഇപ്പോൾ സോയാബീൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വെറും 15 മാത്രമാണ്. നമ്മൾ കിഡ്നി ബീൻസ് അല്ലെങ്കിൽ രാജ്മ പോലെയുള്ള ആ വലിയ തരത്തിലുള്ള വൻപയറിൻ്റെ കുറച്ചുകൂടെ വലിയ സൈസിലുള്ള ആ പയറുകൾ എടുക്കുന്ന സമയത്ത് അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 28 മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ വെള്ളക്കടല അല്ലെങ്കിൽ ചിക്ക് പീസ് അതിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് 33 മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിവതും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഈ ഭക്ഷണത്തിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞിട്ട്
അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പ്രോട്ടീനൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണേൽ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ ഷുഗർ ലെവൽ വലിയ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ തന്നെ പതിയെ മാത്രം നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുകയും അത് ഒരു പരിധി വരെ നമുക്ക് പ്രമേഹത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകാനും ഹെൽത്തി ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ഈ ഒരു ബാലൻസ്ഡ് ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക. അമിതമായിട്ട് മധുരം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഒരു മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നവരാണ്, തുടങ്ങുന്നവരാണ്, അല്ലെങ്കിൽ പ്രമേഹ രോഗികളായതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് പുതിയ ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മോണിറ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നോ കുറയുന്നോ എന്നൊക്കെയുള്ള ലെവൽ മോണിറ്റർ ചെയ്യുക. കറക്റ്റായിട്ട് HbA1c ഒരു 6 മാസം കൂടുമ്പോഴും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശം കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണം. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വാല്യൂസിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം ഭക്ഷണത്തിൽ ചേഞ്ചസ് വരുത്തുക. ഇനി അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ട് ഉള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടിപ്പായിട്ട് ഉലുവയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന, ഇപ്പോൾ ഉലുവയൊക്കെ ഇട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ ഒരു പരിധി വരെ പ്രമേഹ രോഗ സാധ്യത കുറയ്ക്കുന്നുണ്ട്. കാരണം അതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഫൈബറിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള മറ്റ് മിനറൽസിൻ്റെ ഒക്കെ പ്രസൻസ് കൊണ്ടാണ്. ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ എപ്പോഴും ഡോക്ടറുടെ അഡ്വൈസും കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് കഴിക്കേണ്ട അവസ്ഥയാണെങ്കിൽ കറക്റ്റായിട്ട് മെഡിസിൻസ് ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.